ഇതെന്താ? അത് ഓജോ ബോർഡാ. ഓജോ ബോർഡോ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓബ്ജക്റ്റ്. എനിക്കിതൊന്നും മനസ്സിലാവില്ല, മനസ്സിലാക്കുകയും വേണ്ട. ആ തമ്പുരാട്ടി പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും കിടക്കരുതെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? വേഗം പോയി മുറിന്ന് വാരങ്ങ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഒരു സാധനം. സാധാരണ പെൺകുട്ടികളല്ലവര്. ദേ ആർ ബ്ലഡി ക്രിമിനൽസ്. ഫാദർ പ്ലീസ്. ചാർലീസ് ഏഞ്ചൽസ് എന്നാണ് അവരുടെ ആംബുലൻസ് വിളിക്കുന്നത്. പോലീസുകാർ അവരെ വെറുതെ വിട്ടാലും ഈ പട്ടത്താഴത്തിലച്ഛൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് മാത്രമല്ല, ഈ കോളേജിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കും. ഈശോയാണ് സത്യം. ഫാദർ പ്ലീസ്, ജീസസിന് വിചാരിച്ച് ഇത്തവണത്തേക്ക് മാത്രം. കർത്താവിന് ശേഷം ശത്രുക്കളെ സ്നേഹിക്കുന്ന ആളെന്ന ബഹുമതി എനിക്ക് വേണ്ട. നോ, അവരുടെ ഇവിടുത്തെ സ്റ്റഡീസ് ഇതോടെ തീർന്നു. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. തനിക്ക് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ സ്തുതി ഇപ്പൊ എനിക്ക് വേണ്ടച്ചോ. ഇന്ന് വെള്ളിയാഴ്ചയാണോ? യെസ്. സോ വാട്ട്? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്ത് കാണുന്നുണ്ടോന്ന്? തമ്പുരാട്ടിയെ. മീനാക്ഷി, സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവിനെ വിഘടിപ്പിക്കാൻ വരെ കഴിവുണ്ട് ഈ തമ്പുരാട്ടിക്ക്. പിന്നെ മറ്റൊരാത്മാവിനെ വിളിച്ചു വരുത്താനാണോ അവർക്ക് പാട്? 6-ാം ഇന്ദ്രിയത്തെ വരെ കീഴടക്കി കാണും അവര്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയം? അടുത്തു വരുമ്പോ പാലപ്പൂവിന്റെ മണം, കണ്ണുകൾ നീല ശംഖുപുഷ്പങ്ങൾ, കറുത്ത പട്ടുചേല. മീനാക്ഷി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തമ്പുരാട്ടി, ഒരു ഓജോ ബോർഡും. ദൈവമേ, ആ ചാക്കോച്ചി ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. നീ പേടിക്കണ്ട, യക്ഷികൾ ഒരിക്കലും യക്ഷികളെ പിടിക്കില്ല. എന്താ ദേവി? മീനു, ഒന്ന് വേഗം വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? തമ്പുരാട്ടി മുകളിലത്തെ മുറിയിലെ യക്ഷികളോട് സംസാരിക്കുന്നു. അങ്ങോട്ടൊന്ന് പോണ്ട മീനു. മീനു നിൽക്കും. മീനു, ആ തമ്പുരാട്ടി പറഞ്ഞൊക്കെ മറന്നു. നീ ഇവിടെ കാണേണ്ടതേ കാണാവൂന്ന്. കാണേണ്ടതൊക്കെ കാണണം, അറിയേണ്ടതൊക്കെ അറിയണം. നീ വരുന്നില്ല. ഓം നമഃ ശിവായ. ഈ ഓജോ ബോർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നളിനിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ ചോദ്യം നളിനിയുടെ ഭർത്താവിന്റെ മരണം ആത്മഹത്യയായിരുന്നു എന്നാണ്. അല്ല, കമ്പനി ആവശ്യത്തിന് പോയ ആള് ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ചു എന്ന് എല്ലാരും പറയണേ. സ്വയം വിഷം കഴിച്ച് മരിച്ചതല്ലെങ്കിൽ പിന്നെ ആരാ വിഷം തന്നത്? പറയൂ, നളിനിക്കതറിയണം. കൂട്ടുകാരനോ അതോ സ്വന്തം കുടുംബത്തിലുള്ളവരോ? പറയൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇതറിയില്ല. ഇല്ല, ഇപ്പോഴാ രഹസ്യം നമ്മളോട് പറയാൻ ആത്മാവിന് ഇഷ്ടമല്ല. കാരണം അന്യരുടെ സാന്നിധ്യം ആത്മാവ് അറിയുന്നു. ഏയ്, ചായ 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 റെഡി, ചായ റെഡി. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ആരെയും കാണാതെ ഇങ്ങനെ. ഒരു ഐഡിയ. നമുക്ക് ഈ തമ്പുരാട്ടിയുടെ റൂമിൽ പോയിരുന്ന് ഓജോ കളിച്ചാലോ? ഓക്കെ, ഓജോ എങ്കിൽ ഓജോ. ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അവിടെ രണ്ടിടത്ത് എന്റെ കസിൻസ് ഉണ്ട് കേട്ടോ. അരൂപിയായ ആത്മാവിനെ നമുക്ക് വിളിച്ചു വരുത്താൻ ശ്രമിക്കാം. നമ്മുടെ വിളി കേട്ട് അവര് വന്ന അവരോട് നമുക്ക് നമ്മുടെ ഭാവി ചോദിക്കാല്ലേ? ബെസ്റ്റ്. നിന്റെ ഭാവി അറിയാൻ ആത്മാവിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാലോ, പാഴായിപ്പോയി മോളെ, പാഴായിപ്പോയി. അവളെ പുകഴ്ത്തല്ലേ മീനാക്ഷി. ഈ ഓജോ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ആത്മാവിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ കോയിൻ അനങ്ങാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ചോദ്യത്തിന് ശബ്ദരൂപത്തിലല്ല ആത്മാവ് മറുപടി നൽകുക. അപ്പൊ ഈ പ്രേതങ്ങൾ സംസാരിക്കുന്നതോ?
ഈ ഹൊറർ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ വെള്ള സാരിയൊക്കെ കൊടുത്ത് പുതുമഴയായി മിണ്ടാതിരിക്കെ. ബോർഡിലുള്ള കളത്തിലെ ഓരോ അക്ഷരത്തിലേക്കും കോയിൻ അനങ്ങും. ഈ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാ ആത്മാവ് പറഞ്ഞ് മറുപടിയായി. മനസ്സിലായോ? മനസ്സിലായി എന്റെ ടീച്ചറേ. വെരി ഗുഡ്. മനസ്സിലായി. എന്നെ കൂടി വാ, ഒന്ന് നടക്കടി. വാ. തമ്പുരാട്ടി ഇല്ലാത്ത നേരത്തെ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? ലക്ഷ്യോ പ്രേതോ മറ്റോ വരുമോ? ആലത്തൂർ നമ്പിമാരുടെ തറവാട്ടിൽ ജനിച്ചവളാ ഞാൻ. അഷ്ടദിക് പാലകന്മാരെ ആവാഹിച്ചിരുത്തിയ മുത്തശ്ശിയുടെ ധൈര്യം എനിക്ക്. വായിരിക്കും. മീനാക്ഷി, നമുക്ക് ഈ കളി വേണ്ട മീനാക്ഷി. നിനക്ക് എന്തറിയാം? ഇത് പുതിയ കളിയൊന്നും അല്ല. പണ്ട് തറവാട്ടിൽ എന്റെ മുത്തശ്ശി ഈ ചായക്കോപ്പിയൊക്കെ വെച്ച് കളിക്കാറുള്ള പ്ലാഞ്ചറ്റ് ഇതൊക്കെ ഒന്ന് തന്നെയാ. എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ച ഒരു ആത്മാവ് അപരിചിതമായ ഒരു വിരൽ തുമ്പിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസാ. ഇതാ, ഇനി ഒരു ആത്മാവിനെ മനസ്സിൽ വിചാരിച്ച് ഈ കോയിനൊന്ന് അവിടെ വെച്ച്. ഞാനോ? എനിക്ക് പേടിയാ. നിനക്ക് വലിയ ധൈര്യല്ലേ? നീ വെക്ക്. വേണ്ട, എനിക്ക് ഒരാത്മാവിനോട് സംസാരിക്കാനില്ല. വേണ്ട മീനാക്ഷി, നമുക്ക് പോവാം. ഇതൊക്കെ ഒടുവിൽ വലിയ പ്രശ്നമാവും. ഇനി ഞാൻ പറയുന്നത് രണ്ടാളും ഏറ്റു പറയണം. ഓക്കെ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒരുമിച്ച് നേരിടണം. അങ്ങനെയല്ലേ? പറയടാ പ്ലീസ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഈ ക്യാൻഡിൽ കെട്ടു. ബുദ്ധൂസേ, ഇത് പ്രേതല്ല, കാറ്റാ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇതൊക്കെ ഫ്രോഡ് നമ്പറുകളാ, ആളുകളെ പറ്റിക്കാൻ. അല്ല, ഏതോ ഒരു ആത്മാവ് വരാൻ ഒരുങ്ങിയതാ എനിക്ക് ഫീൽ ചെയ്യുന്നു.